Hi dear parents and students. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കീം 2024 എക്സാമിനേഷൻ ഡേറ്റ് ഫൈനലി ടെൻഡേറ്റീവായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മെയ് 15-ാം തീയതി മുതൽ വിവിധ ദിവസങ്ങളിലായി ഓൺലൈൻ മോഡിലായിരിക്കും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സാധാരണ രീതിയിൽ പേപ്പർ 1, പേപ്പർ 2 എന്നുള്ള രീതിയിലായി 2 സെഷനുകളിലായിട്ടാണ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് എക്സാമിനേഷനെ അഭിമുഖീകരിക്കാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ആകാംക്ഷയും ഉണ്ട് എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സുകളെ കുറിച്ച് അറിയാനായിട്ട്. എന്തൊക്കെയാണ് പുതുതായി വന്നിട്ടുള്ള കീം എക്സാമിനേഷനോടനുബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ്സുകൾ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ വർഷം കീം എക്സാമിനേഷനായി കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. നോർമലി OMR ഷീറ്റ് വഴി എഴുതിക്കൊണ്ടിരുന്ന എക്സാമിനേഷൻ ഇനി മുതൽ കമ്പ്യൂട്ടറൈസ്ഡ് ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കുക. 150 മാർക്കുള്ള 3 hours എക്സാമിനേഷൻ ആയിട്ടാണ് ഇപ്രാവശ്യം കീം എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിക്ക് അകത്തുനിന്ന് നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസും ഫിസിക്സിനകത്തുനിന്ന് 35 ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്സിനകത്തുനിന്ന് 75 ക്വസ്റ്റ്യൻസും ഈ ഒരു റേഷ്യോയിലാണ് എക്സാമിനേഷന്റെ പാറ്റേൺ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നിങ്ങൾ CBT എക്സാമിനേഷൻസ് കമ്പ്യൂട്ടറൈസ്ഡ് ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്ന എക്സാമിനേഷൻ സെന്റേഴ്സിൽ പോയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിനേഷൻസിന് പോകാനായിട്ട്. കാരണം ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ കീം എക്സാമിനേഷൻസ് എഴുതാനായിട്ട് പോകുന്നത്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല, ഫാർമസി കോഴ്സുകളാണ് നിങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന്റെ അവസാന ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഫിസിക്സ് കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു 1.5 hour എക്സാമിനേഷൻ ആണ്. 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു എക്സാമിനേഷൻ എഴുതിയാൽ മാത്രം മതി ഫാർമസി കോഴ്സുകൾ നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ഇതൊരു JEE മോഡൽ എക്സാമിനേഷൻസ് പോലെ ആയതിനാൽ ഡിഫറെന്റ് ഷിഫ്റ്റ്സിൽ ഡിഫറെന്റ് പേപ്പേഴ്സ് ആയിട്ടാണ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെർസെന്റൈൽ രീതിയിലായിരിക്കും നിങ്ങളുടെ മാർക്കുകൾ വരുന്നുണ്ടായിരിക്കുക. ഇത് കൂടാതെ രണ്ട് രീതിയിൽ നിങ്ങളുടെ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. +2ന്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിന്റെ മാർക്കും എൻട്രൻസ് പരീക്ഷയിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള മാർക്കും എടുത്ത് ഇത് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നിങ്ങളുടെ റാങ്കുകൾ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 20 മുതലാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ ഒരുപാട് മിസ്റ്റേക്സുകൾ വരുത്തുന്നതാണ്, അതുകൊണ്ടാണ് വീണ്ടും ഇത് പറയുന്നത്. ഇനി ഈ ഒരു എക്സാമിനേഷൻ മെയ് 15-നകം ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റ്സിലാണ് കണ്ടക്ട് ചെയ്യുക നമ്മൾ ഓൾറെഡി അറിഞ്ഞു. CUET എക്സാമിനേഷൻ മെയ് 15 മുതൽ കണ്ടക്ട് ചെയ്യുന്നുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഇലക്ഷൻസ് വരുന്നതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ CUET എക്സാമിനേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഈ പറഞ്ഞ തീയതികളിൽ തന്നെ കണ്ടക്ട് ചെയ്യപ്പെടും. അല്ല CUET എക്സാമിനേഷൻ അതുപോലെ തന്നെയാണ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ പിന്നീട് അറിയിക്കുന്നുണ്ടായിരിക്കും തീയതി മാറ്റിയിട്ട്. അപ്പൊ ഇത്രയും അപ്ഡേറ്റ്സുകളാണ് 2024 കീം എക്സാമിനേഷനെ കുറിച്ച് ഇതുവരെ വന്നിട്ടുള്ളത്. എക്സാമിനേഷൻ ഡേറ്റും ആപ്ലിക്കേഷൻ ഡേറ്റും എല്ലാം ടെന്റേറ്റീവ് ആയിട്ടാണ് അറിയിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും CUET എക്സാമിനേഷന് യാതൊരുവിധ ചേഞ്ചസും ഇല്ല, അല്ലെങ്കിൽ CUET എക്സാമിനേഷൻ പോസ്റ്റ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡേറ്റിന് തന്നെ ഈ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നത് കാരണം യാതൊരുവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ സ്റ്റഡീസിനെ ബാധിക്കരുത്. കാരണം ആകെ നിങ്ങൾ OMR ഷീറ്റിൽ എഴുതുന്ന എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് മാറി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല 2 പേപ്പർ ആയിട്ട് എഴുതുന്ന എക്സാമിനേഷൻ ഒരു ഒറ്റ പരീക്ഷയായിട്ടാണ് നിങ്ങൾ ഇനി മുതൽ എഴുതുന്നുണ്ടായിരിക്കുക. ഇതെല്ലാം സ്റ്റുഡൻസിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT സെന്റേഴ്സിൽ വന്ന് CBT കമ്പ്യൂട്ടറൈസ്ഡ് ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് എക്സാമിനേഷൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തുള്ള സെന്റേഴ്സിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെയ്സിന്റെ തന്നെ CBT സെന്റേഴ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ നിങ്ങളുടെ പ്രാക്ടീസുകൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാം. റെയ്സിന്റെ CBT സെന്റേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിന്റെ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യാനുമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളുടെ ടീമിന്റെ നമ്പേഴ്സ് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് CBT സെന്ററിന്റെ സ്ലോട്ട് ബുക്ക് ചെയ്ത് നിങ്ങളുടെ പ്രാക്ടീസുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളെ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്.